സോ മാൻ സിറ്റി വേഴ്സസ് ആർസണൽ മാച്ച് ഭയങ്കര ക്രൂഷ്യലാണ്. അതെ അതെ, നാളെ ആർസണൽ സ്വാഭാവികമായും ബോട്ടിൽ ചെയ്യാൻ പോകുന്ന ഒരു മാച്ചാണ്. ഈ പോക്കാണെങ്കിൽ ആർസണലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അങ്ങനെയാണെങ്കിൽ. കാരണം പിന്നെ ബാക്കിയുള്ള ടീമിന്റെ വിന്നും കൂടി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആർസണലിന്റെ പിന്നുള്ള ചാൻസുകൾ. മാൻ സിറ്റി ഇനി തോറ്റാലേ പിന്നെ അവർക്കൊരു സാധ്യതകൾ കാണുള്ളൂ, എത്ര മാച്ച് ആർസണൽ ജയിച്ചാലും. പിന്നെ അതെ, സാറിന് അവർ പോക്ക് വെച്ചിട്ട് ഏകദേശം കൊണ്ട് നശിപ്പിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. ചാമ്പ്യൻസ് ലീഗ് അത്ലറ്റിക്കോ മാഡ്രിഡായിട്ടാണ്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് സംസാരിക്കണമെങ്കിൽ നാളെ കോപ്പ ഡെൽ റേ ഫൈനലുണ്ട്. മൊത്തത്തിൽ എല്ലാം മറ്റേ ചുരുളി പോലെ കണക്റ്റഡ് ആണല്ലോ. സോ നാളെ കോപ്പ ഡെൽ റേ ഫൈനലുണ്ട്. ആരായിട്ട്? റയൽ സൊസൈറ്റിയായിട്ട്. അതെ, അത്ലറ്റിക്കോ മാഡ്രിഡിന്. അത് വെച്ചിട്ട് അറിയാം ബാക്കി. അതെ, സോ നാളെ അത്ലറ്റിക്കോ മാഡ്രിഡ് ബോട്ടിൽ ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരും ബാഴ്സേനെ വലിയ കാര്യത്തിൽ തോപ്പിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഫൈനലിൽ വന്നിരിക്കുന്നത്. അതെ അതെ. സോ നാളെ കൊണ്ട് നശിപ്പിക്കില്ല എന്ന് അറിയാൻ പറ്റും നമുക്ക്. പിന്നെ അടുത്ത പ്രീമിയർ ലീഗിലെ ഏറ്റവും നോക്കി കാണേണ്ട ഒരു മാച്ചാണ് ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ചെൽസിക്ക് UCL ക്വാളിഫൈ ആകാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ്. കാരണം ഈ ഒരു മാച്ച് തോറ്റു കഴിഞ്ഞാൽ ഏകദേശം തീരുമാനമാകാനുള്ള ചാൻസ് ഉണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ 6ാം സ്ഥാനത്താണ് ചെൽസി നിൽക്കുന്നത്. 32 മാച്ചിൽ നിന്ന് 48 പോയിന്റാണുള്ളത്. തൊട്ട് മുകളിലുള്ള ലിവർപൂളിന് 52 പോയിന്റാണുള്ളത്. അപ്പോൾ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ് ഇവരെ സംബന്ധിച്ച്. യുണൈറ്റഡിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെങ്കിലും ഇപ്പം 3ാം സ്ഥാനത്താണ് 55 പോയിന്റോടുകൂടി. അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു മാച്ച് ചെൽസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള മാച്ചുകളും. അതെ, പിന്നെ നമുക്ക് സംസാരിക്കേണ്ടത് ഇന്ത്യയുടെ കാര്യമാണ്. അതെ അതെ, ഇന്ത്യ ഫിഫ വേൾഡ് കപ്പ് ഇന്ത്യയിൽ സ്ട്രീം ചെയ്യാൻ ഇതുവരെ റൈറ്റ്സ് ആരും എടുത്തിട്ടില്ല. അതെ, സാധാരണക്കാർക്ക് കാണണ്ടേ? അതെ, സാധാരണക്കാർക്ക് കാണണ്ടേ? ഇന്ത്യയോ വേൾഡ് കപ്പ് ഇല്ല, ഒന്ന് കാണാനെങ്കിലും അനുവാദം. എൻഡ് ഓഫ് ദ ഡേ ആരെങ്കിലും റൈറ്റ്സ് എടുക്കാതിരിക്കില്ല. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ്സിന് വേണ്ടി ഇപ്പോൾ നിലവിൽ മുൻപന്തിയിലുള്ളത് ദൂരദർശനാണെന്നാണ് കേൾക്കുന്നത്. ഇല്ല, അങ്ങനെ ഇതിലേക്ക് പോലെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി സ്പോർട്സ് 18 അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ ഈ ഒരു റൈറ്റ്സ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ അറിയില്ല, പറയാൻ സാധ്യത കുറവായിരിക്കും. നെഗോഷിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. മേ ബി ലാസ്റ്റ് മിനിറ്റ് വരെ പോയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് റേറ്റ് ചവിട്ടി താത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം കോടികളുടെ കളിയാണല്ലോ. അതെ, ഇതൊന്നില്ലെങ്കിലും ഞാൻ വേറെ പല സ്ഥലത്തുനിന്നും കാണും. അത് വേറെ അതെന്താ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ തോറ്റു കഴിഞ്ഞ് പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാസയും പോയി, റെയിലും പോയി. അതെ, തന്നെ വന്നും നൈസായിട്ട് വീഡിയോ ചെയ്തിട്ട് മുങ്ങായിരുന്നു. ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് സങ്കടത്തിൻ്റെ നേരിലായിരുന്നു. സാരമില്ല, തിരിച്ചു വരും. അതെ അതെ, ഇനിയും അതെ, കപ്പൊന്നും ഇല്ല ഇതുവരെ. എന്താവും ഇനിയൊരു ചാൻസും കൂടെ കിടപ്പുള്ളൂ. കൊല്ലം ഇല്ല കൊല്ലം. ഞാനെന്തിനാ പറയുന്നത്? ബാസൻ പോയി, അവനെ വരട്ടെ. ഓക്കെ, ബൈ ഗൈസ്. ബൈ. ഹലോ മാഡ്രിഡ് ഗൈസ്.